അഫാന്റെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഈ കേസിൽ പോലീസിനെ കുരുക്കുന്നത്. നിലവിൽ അഫാൻ നൽകിയ മൊഴി പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുക്കുന്നുമില്ല. അഫാൻ അരുംകൊലയ്ക്കായി നടത്തിയ യാത്ര അത്രയും ദുരൂഹമാണ്. ലഭിച്ച CCTV ദൃശ്യങ്ങൾ പറയുന്നത് ഈ മനുഷ്യക്കുരുതികൾ അത്രയും നടത്തിയത് ആ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്കെന്ന്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയായ അഫാൻ എന്ന 23-കാരൻ എന്തിനാണ് ഈ അരുംകൊലകളെല്ലാം ചെയ്തത്? അതിന്റെ മോട്ടീവ് എന്തായിരുന്നു? അത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ അഫാൻ നൽകിയ കുറ്റസമ്മത മൊഴി മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. അതിൽ നിറയെ വൈരുദ്ധ്യങ്ങൾ. ആ വൈരുദ്ധ്യങ്ങൾ മാറ്റി എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്താനുള്ള തീവ്ര അന്വേഷണത്തിലാണ് പോലീസ്. നിലവിൽ അഫാൻ നൽകിയിരിക്കുന്ന മൊഴി എന്താണെന്ന് പരിശോധിക്കാം. അഫാൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് വീട്ടിൽ നിന്ന് നേരെ ഇന്നലെ അഫാൻ പോകുന്നത് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലേക്കാണ്. അവിടെ നിന്ന് സ്വർണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങുന്നു. ആ പണവുമായി വെഞ്ഞാറമൂട്ടിലെ ഒരു കടയിലെത്തി അവിടെ നിന്ന് ചുറ്റിക വാങ്ങുന്നു. ആ ചുറ്റികയുമായി അഫാൻ നേരെ പോകുന്നത് പാങ്ങോടുള്ള ഉമ്മുമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ഉമ്മുമ്മയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരുടെ സ്വർണമാല കൈക്കലാക്കുന്നു. ആ സ്വർണമാലയുമായി ഉമ്മുമ്മയുടെ സ്വർണ്ണമാലയുമായി അഫാൻ നേരെ വരുന്നത് വെഞ്ഞാറമൂട്ടിലേക്കാണ്. നേരത്തെ പണം വാങ്ങിയ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ അവിടെ ഈ സ്വർണ്ണമാല ആ വാങ്ങിയ പണത്തിൻ്റെ ഈടായിട്ട് നൽകുന്നു. അതിനുശേഷം അവിടെ നിന്ന് നേരെ അഫാൻ പോകുന്നത് പിതൃ സഹോദരൻ്റെ വീട്ടിലേക്കാണ്. ആ വീട്ടിലെത്തി അവിടെ പിതൃ സഹോദരനെയും ഭാര്യയെയും ഇയാൾ അതേ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. ആ കൊലപാതകത്തിന് ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഉമ്മയെ ആക്രമിക്കുന്നു. അവിടേക്ക് വിളിച്ചു വരുത്തിയ കാമുകിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ സഹോദരനെയും കൊലപ്പെടുത്തുന്നു. പക്ഷേ ആ മൊഴികളിലെല്ലാം വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഉമ്മുമ്മയുടെ മാല മോഷ്ടിച്ചുവെന്ന് അയാൾ പറയുമ്പോൾ മറ്റൊരു മാല കൂടി ഉണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ 2 മാല ഉമ്മുമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഒപ്പം തന്നെ ഉമ്മയെ ആണ് ആദ്യം ആക്രമിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഉമ്മയെ കഴുത്ത് ഷാൾ കൊണ്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് അയാൾ പോയതെന്ന് ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലും വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഉമ്മയുടെ തലയ്ക്ക് എപ്പോഴാണ് ഇയാൾ അടിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അഫാന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. കാരണം പിതാവിന്റെ സാമ്പത്തിക ബാധ്യത എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നതെങ്കിലും അയാൾക്ക് സ്വന്തമായി എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിൽ സൈബർ ഇടപാടുകളടക്കം ഈ സമൂഹ മാധ്യമങ്ങളിലുള്ള ഇടപാടുകളടക്കം പോലീസ് അന്വേഷിക്കുകയാണ്. മാത്രമല്ല ഈ കാമുകിയുമായിട്ടുള്ള വിവാഹബന്ധം അതിൽ താല്പര്യപ്പെട്ട് കൂടുതൽ സാമ്പത്തിക സഹായം ഇയാൾ തേടിയിരുന്നു എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ മൊഴികളിൽ പൂർണ്ണമായിട്ടും പോലീസ് വിശ്വസിച്ചിട്ടില്ല. നിലവിൽ നൽകിയിരിക്കുന്ന മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് ഇയാളുടെ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഒരു വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. അഞ്ചു പേരുടെ ജീവനെടുത്ത കൊലപാതക പരമ്പര. പ്രതി 23-കാരനായ അഫാൻ വെഞ്ഞാറമൂട് നിന്ന് സഞ്ചരിച്ച് 3 സ്ഥലങ്ങളിലെത്തിയാണ് അയാൾ ഈ അരുംകൊലകൾ ചെയ്തത്. എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്ന് അഫാൻ കീഴടങ്ങിയ ശേഷം പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി പ്രകാരം അഫാൻ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്താൻ സഞ്ചാരം നടത്തിയത് അതാണ് നമ്മൾ ഇവിടെ നിന്ന് പരിശോധിക്കുന്നത്. പേരുമല വെഞ്ഞാറമൂടിന് സമീപമുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്താണ് അഫാന്റെ വീടിരിക്കുന്നത്. അഫാന്റെ മൊഴി പ്രകാരം പേരുമലയിലെ ഈ വീട്ടിൽ നിന്ന് അയാൾ ഇന്നലെ പകൽ നേരെ പോകുന്നത് വെഞ്ഞാറമൂട്ടിലേക്കാണ്. വെഞ്ഞാറമൂട്ടിൽ എത്തി അവിടുത്തെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണയം പിന്നീട് നൽകാം, കുറച്ച് പണം വേണം എന്നാവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പണം സംഘടിപ്പിച്ച ശേഷം ഇയാൾ നേരെ അവിടെ നിന്ന് പോകുന്നത് ഏതാണ്ട് 30 കിലോമീറ്റർ അപ്പുറമുള്ള പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പാങ്ങോട് എന്ന സ്ഥലത്താണ് ഈ അഫാന്റെ ഉമ്മുമ്മ താമസിക്കുന്നത്. ഉമ്മുമ്മയുടെ വീട്ടിലെത്തി അയാൾ ഉമ്മുമ്മയെ ആക്രമിക്കുന്നു, കൊലപാതകം നടത്തുന്നു. അയാളുടെ മൊഴി പ്രകാരം ഉമ്മുമ്മയുടെ ഒരു മാല അയാൾ തട്ടിയെടുക്കുന്നു. അവിടെ നിന്ന് അയാൾ പറയുന്നത് പാങ്ങോട് നിന്ന് നേരെ തിരിച്ച് വീണ്ടും വെഞ്ഞാറമൂട്ടിൽ നേരത്തെ പണം വാങ്ങിയ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ എത്തിയെന്നാണ്. അവിടെ എത്തി ആ തട്ടിയെടുത്ത മാല അവിടെ ഏൽപ്പിക്കുന്നു, നേരത്തെ വാങ്ങിച്ച പണത്തിന്റെ ഈടായിട്ട്. ഈ വെഞ്ഞാറമൂട് നിന്നാണ് അയാൾ പിന്നീട് അടുത്ത കൊലപാതകത്തിനായുള്ള സഞ്ചാരം തുടങ്ങുന്നത്. അവിടെ നിന്ന് നേരെ പോകുന്നത് ചുള്ളാളത്താണ് പിതൃ സഹോദരനും ഭാര്യയും താമസിക്കുന്നത്. ചുള്ളാളത്തെ ഈ വീട്ടിലെത്തി പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ആ ചുറ്റിക വെഞ്ഞാറമൂട് നിന്ന് നേരത്തെ വാങ്ങിച്ചു എന്നാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ആ കൊലപാതകം നടത്തിയ ശേഷം അയാൾ വീണ്ടും പേരുമലയിലെ അയാളുടെ സ്വന്തം വീട്ടിലേക്കാണ് എത്തിയതെന്നാണ് ഈ മൊഴിയിൽ പറയുന്നത്. ഈ വീട്ടിലെത്തിയ ശേഷം ഉമ്മയെയും ആക്രമിച്ചു, ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അതിനുശേഷം കാമുകിയെ വിളിച്ചു വരുത്തി കാമുകിയെ തലക്കടിച്ചു കൊന്നു. പിന്നീട് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന സഹോദരൻ
അഫ്സാനെ വിളിച്ചു വരുത്തി കുഴിമന്തി ബിരിയാണി നൽകിയ ശേഷം തലക്കടിച്ചു കൊന്നു എന്നാണ് അഫ്സാൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. പിന്നീട് ഈ കൊലപാതകങ്ങൾ നടത്തിയ ശേഷം, ഈ ആക്രമണങ്ങൾ നടത്തിയ ശേഷം അഫ്സാൻ നേരെ പോകുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അത് ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞത് വർക്ക്ഷോപ്പിൽ പോകണമെന്നാണ്. പോലീസ് സ്റ്റേഷന് സമീപമുള്ള വർക്ക്ഷോപ്പിനിടെയാണ് ഇയാളെ ഇറക്കി വിടുന്നത്. അവിടെ നിന്ന് നടന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാണ് ഈ 6 പേരെ ആക്രമിച്ച കാര്യവും കൊലപാതക കാര്യങ്ങളും പോലീസിനോട് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം അഫ്സാൻ പോലീസിനോട് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴിയാണ്. ഒരു 6-9 ആയി കാണും. 9 പറഞ്ഞ് ചേട്ടാ ഒരു ഓട്ടം പോകണം, അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു, വീട്ടിൻ്റെ അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. അവിടെ നിന്ന് വണ്ടി കയറ്റി. ഞാൻ ചോദിച്ചു എന്താ വണ്ടി എന്താ എടുക്കാത്തെന്ന് വെച്ചാൽ പ്ലഗ് കംപ്ലൈൻറ്റ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് കയറ്റി അങ്ങോട്ട് മണലൂക്കി ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി പുതിയ വണ്ടിയല്ലേ, വാറൻറ്റി ഉള്ളതല്ലേ, അപ്പോൾ നീ ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ച നിനക്ക് വണ്ടിക്ക് വാറൻറ്റി ഒന്നും കിട്ടും, അത് കുഴപ്പമില്ല ഏട്ടാ, എനിക്ക് അത്യാവശ്യമാണ്, ഒന്ന് റെഡിയാക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചന്തേര അവിടെയാണ് വർക്ക്ഷോപ്പ്. അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞ് എന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് എൻറിച്ച് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ബാർബർ ഷോപ്പാണ്, അപ്പോൾ പൊളിച്ചിട്ടേക്കണം, അപ്പോൾ അങ്ങോട്ട് തന്നെ ഒന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആക്കി വണ്ടിക്കൂലി വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് ഞാൻ ഇനി പേരുമല വന്നപ്പോഴാണ് എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു സാറ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ചോദിച്ചാൽ ഈ പുള്ളി അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം, അഫാൻ എന്നാണ് പേരിലുള്ളത്, ഇതാര നമ്പറാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അവൻ്റെ ഉമ്മാരെ നമ്പറാണ്. അപ്പോൾ പറഞ്ഞ് ഇവന് വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്? നമ്മൾ ഇല്ല കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കും. ഞാൻ പറഞ്ഞില്ല ലഹരിയാണുണ്ട് അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇവൻ ഇവിടെ നിന്ന് പിച്ചുമ്പേക്ക് പറഞ്ഞ് ഉമ്മാക്ക് വിഷം കൊടുത്ത് സഹോദരന് വിഷം കൊടുത്ത് അവൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവൻ ചുമ്മാ പറയണമായിരിക്കും, പറയാം ഞാൻ ഫോൺ കൊണ്ടൊന്ന് കൊടുക്കാം, അവൻ്റെ ഉമ്മാരെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ വീട്ടിൽ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സാറിന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ച് കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ 2 സാറന്മാരുണ്ടായിരുന്നു. ആൾറെഡി അവിടെ 2 പോലീസ് അപ്പോൾ വന്നായിരുന്നു. 3:15 സമയത്ത് ഇവൻ്റെ അനിയനും കൂടെ ഇവിടെ വന്നായിരുന്നു, ഓട്ടോ സ്റ്റാൻഡിൽ വന്നായിരുന്നു. ഈ കൊച്ച് അവൻ്റെ അനിയനും അവനും കൂടെ വന്നിട്ട് വെഞ്ഞാറൊട്ടി പോട്ടം പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് കിടന്ന സീനിയാരിറ്റി കിടന്ന വേറൊരു വണ്ടിയാണ്. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ആ വണ്ടി ഈ വണ്ടി സീനിയാരിറ്റി. അപ്പോൾ ഞാൻ കൊച്ചൊറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങളിത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു, വെഞ്ഞാറ്റി ആക്കി കൊടുത്തായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പുറത്തൊരു സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോയിൽ അപ്പുറത്തോട്ട് നിൽക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അനിയൻ പയ്യനെയും കയറ്റി നേരെ വെഞ്ഞാറമൂട് സിന്ധിറ്റിയേട്ടന് നേരെയുള്ള സഹർമന്തി ഉണ്ടല്ലോ, സഹർമന്തി അവിടെ ആക്കി കൊടുത്ത് അവിടെ നിന്ന് വണ്ടിക്കൂലി വാങ്ങി തിരിച്ചെന്നൊരു വണ്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ആക്കി കൊടുത്തതേ ഉള്ളൂ. പുള്ളി അവിടെ അനിയൻ പയ്യനെ അവിടെ ആക്കി കൊടുത്തേ ഉള്ളൂ. ഇവ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. പുള്ളി വന്ന സമയത്തും ആ ഡ്രസ്സ് തന്നെ ഇട്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ 3 മണി സമയത്തും ഇതേ ഡ്രസ്സായിരുന്നെന്ന് തോന്നുന്നു.